KS പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യുകയാണ്. KS മാത്രമല്ല PSCക്ക് പഠിക്കുന്നവർക്കും ഇത് യൂസ് ചെയ്യാം. കാരണം ഇനി മുതൽ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും PSC ക്വസ്റ്റ്യൻസും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. വീക്ക് 1ഉം വീക്ക് 2ൻ്റെ ടൈം ടേബിൾ കുറേ സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് വീക്ക് 3 കടക്കുമ്പോഴാണ് സയൻസ് ആൻഡ് ടെക്നോളജിയും ഇംഗ്ലീഷും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ഓരോ മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും ഈ ഒരു പ്ലേലിസ്റ്റിൽ വരുന്നത്. അപ്പം എല്ലാം NCERT ചാപ്റ്റേഴ്സ് ആകണം എന്നില്ല. കാരണം ചില ചാപ്റ്റേഴ്സിലൊക്കെ കണ്ടൻസ് വളരെ കുറവാണ്. നമുക്ക് ചിലപ്പം അതിനകത്ത് കൂടുതൽ പഠിക്കേണ്ടതായിട്ട് വരും. സോ അത് നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ബുക്കുകൾ റെഫർ ചെയ്തിട്ടായിരിക്കും ഓരോ സെക്ഷൻസും വരുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഓരോ മൊഡ്യൂൾസ് വീതം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവാം. ഇത് മൊഡ്യൂൾ 1 ആയിരിക്കും. ഇനി ചിലപ്പം മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ NCERT ഏതെങ്കിലും ചാപ്റ്റർ ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെഫറൻസ് ബുക്ക് യൂസ് ചെയ്തുകൊണ്ടുള്ള ഏതെങ്കിലും ടോപ്പിക് ആകാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. എങ്കിൽ നമുക്ക് ആദ്യം ചാപ്റ്ററിൻ്റെ പേര് നോക്കാം. എന്താണ്? മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. എന്താണ് മാറ്റർ? നമ്മൾ പണ്ട് തൊട്ടേ ഈ ഒരു ഫിസിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, സ്കൂളിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ഇത് 9th സ്റ്റാൻഡേർഡ് NCERT ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് മാറ്റർ? മാറ്റർ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ്. അതിനെന്തുണ്ട്? ഒരു മാസ് ഉണ്ടാകും. അതുപോലെ അത് എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു, ഇപ്പോൾ കണ്ടെയ്നറിനകത്താണെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു സ്പേസിലായിരിക്കും ആ മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സബ്സ്റ്റൻസിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? മാറ്റർ എന്ന് പറയുന്നത്. ഇനി SI യൂണിറ്റ് ഓഫ് മാസ്. മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എല്ലാത്തിൻ്റെയും SI യൂണിറ്റ് പഠിക്കാനുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മളുടെ എല്ലാം ബേസിൽ നിന്ന് തുടങ്ങി പോകുന്നത് കൊണ്ട് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്ക് പോലും പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ബേസിൽ നിന്ന് തുടങ്ങി പോകുന്നതുകൊണ്ട് എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് കേട്ട് പോവുക, അറിഞ്ഞൂടാത്തവരാണെങ്കിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഓക്കെ, SI യൂണിറ്റ് ഓഫ് മാസ് എന്താണ്? കിലോഗ്രാം ആണ് അല്ലേ? കിലോഗ്രാം ആണ് SI യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ വോളിയത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഒരു വോളിയം പറയുന്നത് എന്തിലായിരിക്കും? മീറ്റർ ക്യൂബിലായിരിക്കും. ക്യൂബിക് മീറ്റർ അല്ലേ? ക്യൂബിക് മീറ്റർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? മീറ്റർ ക്യൂബ് എന്ന് പറയും. ഇനി വോളിയത്തിനെ നമ്മൾ മെയിനായിട്ട് കൂടുതൽ മെഷർമെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്നത്, വോളിയത്തിന് യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? ലിറ്ററിലാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ യൂണിറ്റ് SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? മീറ്റർ ക്യൂബാണ്. ഓർത്തിരിക്കുക. ഇനി കോമൺ യൂണിറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വോളിയം ലിറ്റർ ആണ്. അപ്പോൾ ഒരു ലിറ്റർ എന്ന് പറയുന്നത് എത്ര ഡെസിമീറ്റർ ക്യൂബാണ് എന്ന് ചോദിക്കാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ് LDCക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതാണ്ട് ഈ ഒരു 1 ml ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതെല്ലാം നല്ലതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, മാറിപ്പോകാതെ പഠിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസിനകത്ത് 1 കാണും, 1 ഡെസിമീറ്റർ ക്യൂബ് കാണും, 100 കാണും, അതുപോലെ 0 കാണും. സോ അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. കറക്റ്റായിട്ട് പഠിച്ചു പോവുക. കറക്റ്റ് വാല്യൂ നമ്മൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര ഡെസിമീറ്റർ ക്യൂബാണ്? 1 ഡെസിമീറ്റർ ക്യൂബാണ്. ഓക്കെ, അപ്പോൾ ലിറ്റർ ഡെസിമീറ്റർ ക്യൂബ് 1 ഇനി 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആണെന്നറിയാം? 1000 മില്ലി ലിറ്റർ ആണ്. എല്ലാവർക്കും അറിയാം, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മില്ലി ലിറ്റർ ആണ്. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ്. 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ക്യൂബാണ്? എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ക്യൂബ് തന്നെയാണ്. 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ക്യൂബാണ്? 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഡിഫൈൻ ദ ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഫിസിക്കൽ നേച്ചറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. മാറ്റർ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പാർട്ടിക്കിൾസിന് എന്തുണ്ട്? അവരുടെ ഇടയ്ക്കായിട്ട് കുറച്ച് താഴെ വരയ്ക്കാം. പാർട്ടിക്കിൾസിന് അവരുടെ ഇടയ്ക്കായിട്ട് എന്തുണ്ട്? സ്പേസ് ഉണ്ട് അല്ലേ? അവരുടെ ഇടയ്ക്കായിട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്ക് എന്താ? സ്പേസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്. ഫുൾ ടൈം എന്താണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്.
ഇത്രയാണ് ആ ഒരു മാറ്ററിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ ആ ഒരു ഫിസിക്കൽ നേച്ചർ എന്ന് പറയുന്നത്. ഇതൊന്നും ചോദിക്കത്തില്ല, എന്നാലും അറിഞ്ഞിരിക്കുക, എങ്കിലേ നമുക്ക് ഇനി വരുന്ന കാര്യങ്ങളിൽ കുറച്ച് ഇതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിക്കുന്നതാണ് എന്ത്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പക്ഷേ ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കരുത്, നമുക്ക് അത് എന്താ കാര്യമെന്നും നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആയിരുന്നു. എന്തായിരുന്നു? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആയിരുന്നു ഇത് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതല്ലാതെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പഠിക്കും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഉള്ള കാര്യമാണ്. ഓക്കെ, ഇനി എന്താണ് മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ്? എത്രയാണ് മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത്? നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഒരു വാല്യൂ ആണ് 273 കെൽവിൻ അല്ലേ, പണ്ട് തൊട്ടേ സ്കൂളിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ 273 എന്ന് പറയുന്നത് ഒരു നമ്പർ റൗണ്ട് ചെയ്തിട്ടാണ് 273 ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സാമിന് ഓപ്ഷൻസിനകത്ത് ഒരു കറക്റ്റ് വാല്യൂ പറയാൻ പറഞ്ഞാൽ നമ്മൾ എത്ര പറയണം? 273.15 എന്ന് പറയുന്ന വാല്യൂ ആണ് കറക്റ്റ് ആ ഒരു മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പം എന്തായിരിക്കും 273.18 എന്നോ 26 എന്നോ അങ്ങനെയൊക്കെ വരും. കറക്റ്റ് ഓർത്തിരിക്കുക, എന്താണ് ഇവിടെ 15 ആണ്, 15 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ് എത്രയാണ്? 273.15 കെൽവിൻ ആണ്. അപ്പോൾ എന്താണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്? മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് സോളിഡ് ലിക്വിഡ് ആകാൻ എടുക്കുന്ന സമയത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതും എല്ലാവർക്കും അറിയാം. ഓക്കെ, അറ്റ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഇരുന്നു കൊണ്ട് സോളിഡ് ലിക്വിഡ് ആകാൻ എടുക്കുന്ന സമയത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫ്യൂഷൻ? ഈ മെൽറ്റിംഗ് പ്രോസസ്സിനാണ് ഇവിടെ എന്താണ്, ഇപ്പോൾ ഒരു മെൽറ്റിംഗ് നടക്കുന്നു അല്ലേ, ആ മെൽറ്റിങ്ങിൻ്റെ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ചിലപ്പം ഇങ്ങനെയൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് കറക്റ്റ് ഏതാണെന്ന് ചോദിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാം. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും പ്രതീക്ഷിക്കാം KS-ന്. ഓക്കെ, അപ്പോൾ ഫ്യൂഷൻ എന്താണ്? ദ പ്രോസസ് ഓഫ് മെൽറ്റിംഗ്. മെൽറ്റിംഗ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സോളിഡ് ലിക്വിഡ് ആകുന്നത് അല്ലേ. അപ്പം ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. ഓക്കെ, അപ്പോൾ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും അതൊക്കെ വരും ഓപ്ഷൻസിൽ. എന്തായിരിക്കും ആൻസർ? SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്താണ്? കെൽവിൻ ആണ്. ഇനി കെൽവിൻ സെൽഷ്യസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കെൽവിനിൽ നിന്ന് പണ്ട് LDCയിലൊക്കെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എപ്പോഴും ചോദിക്കുമായിരുന്നു. എന്താ, ഒരു കെൽവിൻ വാല്യൂ തന്നിട്ട് അതിനെ സെൽഷ്യസിലോട്ട് മാറ്റാൻ പറയും, അതിൽ ആൻസർ ഏതാണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ സെൽഷ്യസിൽ നിന്ന് കെൽവിനിലോട്ടാക്കാൻ ചോദിക്കും. അത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, അത് ഇതുവരെ അറിഞ്ഞൂടെങ്കിൽ അവർ ശ്രദ്ധിക്കുക. നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 273.15 കെൽവിൻ ആണ്. അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 കെൽവിന് ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, അത് ഓർത്തിരിക്കുക. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തിന് ഈക്വൽ? 273 കെൽവിന് ഈക്വൽ. 100 ഡിഗ്രി സെൽഷ്യസ് ഒന്നും അല്ല, ഓർത്തിരിക്കുക. 0 ഡിഗ്രി ആണ് 273 കെൽവിന് ഈക്വൽ. ഇനി കെൽവിനെ എങ്ങനെ സെൽഷ്യസിലോട്ട് മാറ്റാം? ഇപ്പം നിങ്ങളടുത്ത് ഒരു ചോദ്യം തന്നിരിക്കുന്നു. എന്താണ്? കെൽവിനെ സെൽഷ്യസിലോട്ട് 300 കെൽവിൻ തന്നിട്ടുണ്ട്. 300 കെൽവിൻ ഒരു വാല്യൂ തന്നിട്ടിരിക്കുന്നു, 300 കെൽവിൻ. ഓക്കെ, ഈ 300 കെൽവിനെ നിങ്ങളടുത്ത് പറയുന്നു എന്താണ്? സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയുന്നു. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഈസിയാണ്. അതാണ്ട് 300ൽ നിന്നും എന്ത് ചെയ്യുക? 273 മൈനസ് ചെയ്യുക. ഓക്കെ, കെൽവിനിൽ നിന്നും തന്നിരിക്കുന്ന ടെമ്പറേച്ചറിൽ നിന്നും 273 മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന 27 ഡിഗ്രി ആയിരിക്കും നമ്മളുടെ ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ആ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം കെൽവിനെ സെൽഷ്യസിലോട്ട് മാറിപ്പോവരുത്, രണ്ടും മാറ്റാനായിട്ട് ചോദിക്കും. കെൽവിനെ സെൽഷ്യസിലോട്ട് മാറ്റാനാണെങ്കിൽ എന്ത് ചെയ്യുക? -273 ചെയ്യുക. ഇനി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റാനാണെങ്കിൽ എന്ത് ചെയ്യുക? +273 ചെയ്യുക. മറന്നു പോകരുത്. ഓക്കെ, തന്നിരിക്കുന്നതിനകത്ത് നിന്നും 273 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും.
തന്നിരിക്കുന്നതിൽ നിന്ന് 273 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആഡ് ചെയ്യുമ്പോൾ കെൽവിൻ കിട്ടുന്നു, അത്രയും മാത്രം ആലോചിച്ചിരുന്നാൽ മതി. മറ്റേത് നമുക്ക് തന്നെ അങ്ങ് ഓർമ്മ വന്നോളും. ആഡ് ചെയ്യുമ്പോൾ 273 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? കെൽവിൻ കിട്ടും. അപ്പം ഗ്രാജുവലി എന്താണ് മൈനസ് ചെയ്താൽ എന്താ കിട്ടുന്നത്? സെൽഷ്യസ് ആയിരിക്കും കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഡിഫ്യൂഷൻ? ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു വ്യാപനം, മലയാളത്തിൽ വ്യാപനം അല്ലെങ്കിൽ വിതരണം എന്നൊക്കെ പറയുന്നതിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഡിഫ്യൂഷൻ്റെ കാരണം എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റുകളിലിരിക്കുന്ന അല്ലെങ്കിൽ രണ്ട് മാറ്റേഴ്സിന് തമ്മിലുള്ള മിക്സിങ് കാരണമായിരിക്കും അവിടെ എന്തുണ്ടാകുന്നത്? ഡിഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ഇൻ്റർമിക്സിങ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാറ്റർ ഓൺ ദെയർ ഓൺ ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം, diffusion is the movement of particle from an area of high concentration to an area of low concentration until the equilibrium is reached. ഓക്കെ, ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ലോ കോൺസെൻട്രേഷനിലോട്ട് പോകുന്ന പാർട്ടിക്കിൾസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിനെ എന്തെന്ന് പറയാം? ഈ ഒരു ഡിഫ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? അതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് സബ്ലിമേഷൻ. എന്താണ് സബ്ലിമേഷൻ? ബാഷ്പീകരണത്തിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് സോളിഡിൽ സോളിഡിൽ നിന്ന് ഒരു സബ്സ്റ്റൻസ് സോളിഡിൽ നിന്നും എന്താകും? ലിക്വിഡ് ആകും. ലിക്വിഡിൽ നിന്നായിരിക്കും എന്താകുന്നത്? ഗ്യാസ് ആകുന്നത്. ഇതാണല്ലോ നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷേ സബ്ലിമേഷൻ വരുമ്പോഴത്തേക്കും ഈ ഒരു സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന സബ്സ്റ്റൻസ് ലിക്വിഡ് ആകാതെ തന്നെ ഡയറക്റ്റ്ലി എന്താകുന്നു? ഗ്യാസ് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ലിക്വിഡ് സ്റ്റേറ്റിൽ പോകാതെ ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് ഡയറക്റ്റ് പോകുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ആ കാര്യം ക്ലിയറായി. ഇനി എന്താണ് ഡെപ്പോസിഷൻ? ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് ഗ്യാസിൽ നിന്നും സോളിഡിലേക്ക് ഡയറക്റ്റ് പോകുന്നു. നമ്മൾ പറഞ്ഞു സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. സോളിഡിൽ നിന്നും ലിക്വിഡിൽ പോകാതെ ഡയറക്റ്റ് ഗ്യാസിൽ പോകുന്നതിനെ സബ്ലിമേഷൻ എന്നും, തിരിച്ച് ഗ്യാസിൽ നിന്നും ലിക്വിഡിൽ പോകാതെ ഡയറക്റ്റ് സോളിഡിൽ പോകുന്നതിനെ എന്തെന്നും പറയാം? ഡെപ്പോസിഷൻ എന്നും പറയാം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? ഈസിയാണത്. ഇനി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ യൂണിറ്റ് ഓഫ് മെഷറിംഗ് പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഗ്യാസ്. ഒരു ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ നമ്മൾ ATM എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് യൂണിറ്റ് ഓഫ് പ്രഷർ? SI യൂണിറ്റ് ഓഫ് പ്രഷർ എന്താണ്? പാസ്കലാണ്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? പാസ്കലാണ്. PA വെച്ച് ഡിനോട്ട് ചെയ്യും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എത്ര പാസ്കലാണ്? ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എത്ര പാസ്കലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എത്ര പാസ്കലാണ്? ഓർത്തിരിക്കുക, 1.01 ഇൻറ്റു 10⁵. ഓക്കെ, 1.01 ഇൻറ്റു 10⁵ പാസ്കലാണ് ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. മാറിപ്പോവരുത്, വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ 10⁻10 ചിലപ്പോൾ ചോദിക്കാം, 10⁻11 ചോദിക്കാം. ഓർത്ത് വെച്ചിരിക്കുക 10⁵ ആണ്. തൊട്ടിപ്പുറത്തെ വാല്യൂ എന്താണ്? 1.01 ആണ്. പക്കയായല്ലോ? ഓക്കെ, ഇനി ദ പ്രഷർ ഓഫ് എയർ ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് അറ്റ്മോസ്ഫെറിക് പ്രഷർ. എല്ലാവർക്കും അറിയാം. സീ ലെവലിലുള്ള അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറയുന്നത് എത്ര അറ്റ്മോസ്ഫിയർ ആണ്? 1 അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, സീ ലെവലിലുള്ള അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 1 അറ്റ്മോസ്ഫിയർ ആണ്. ആൻഡ് ഇസ് ടേക്കൺ ആസ് ദ നോർമൽ അറ്റ്മോസ്ഫെറിക് പ്രഷർ. അതുകൊണ്ട് അതിനെ എന്തെന്നെടുക്കും? നോർമൽ അറ്റ്മോസ്ഫെറിക് പ്രഷറായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി കുറച്ച് കാര്യങ്ങളൂടെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. എന്താണ് ഇവോപ്പറേഷൻ? ഇവോപ്പറേഷൻ എന്ന് വെച്ചാൽ ആവിയാകുന്നതിനെയാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇവോപ്പറേഷൻ? എന്താണ് ആ പ്രൊസീജിയർ പറയുന്നത്? ഇതെന്ന് പറയുന്നത് ലിക്വിഡ് വേപ്പറിലോട്ടാകുന്ന ആ ഒരു ഫിനോമിനനെയാണ്, ഒരു
അതിൻ്റെ ആ ഒരു ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിന് മുമ്പായിട്ട് അത് വേപ്പറിലോട്ടാകുന്ന ആ ഒരു ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. നോക്കാം, ദ ഫിനോമിനൻ ഓഫ് ചേഞ്ച് ഓഫ് എ ലിക്വിഡ് ഇൻ ടു വേപ്പർ, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ അറ്റ് എനി ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിൻറ്റ്, അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിന് തൊട്ട് താഴെയുള്ള ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ വെച്ച് അത് വേപ്പറാകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇവോപ്പറേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, ഒരു ലിക്വിഡ്, ഇപ്പോൾ ഇതിനകത്തൊരു ലിക്വിഡ് ഇരിക്കുന്നു. ലിക്വിഡ് എന്താകുന്നു? അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പായിട്ട് എന്തായിട്ട് മാറുന്നു? അതിൻ്റെ ഒരു വേപ്പറായിട്ട് മാറുന്നു. അതിനെയായിരുന്നു ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഇവോപ്പറേഷൻ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ. ഇപ്പോൾ ഈ ചെറിയൊരു ഏരിയയിൽ നിന്നും ചെയ്യുന്നതിനേക്കാളും ഇത്രയും വലിയ ഏരിയയിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവിടെ ഇവോപ്പറേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പം ഇവോപ്പറേഷൻ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ. ഇനി ഇവോപ്പറേഷൻ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും? അവിടെ ഇവോപ്പറേഷൻ കൂടും. ഇനി അവിടെ എന്താണ്? ഹ്യൂമിഡിറ്റി കുറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം? ഇവോപ്പറേഷൻ കൂടാം. ഹ്യൂമിഡിറ്റി എന്താണ്? ആ നനവ് കുറയുമ്പോൾ എന്ത് ചെയ്യാം? ഇവോപ്പറേഷൻ കൂടാം. ഓക്കെ. അതുപോലെ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസിങ് വിൻഡ് സ്പീഡ്. ഇപ്പം ഇങ്ങനെ ഇവോപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? കാറ്റടിക്കുമ്പം എന്താ ചെയ്യും? പെട്ടെന്ന് അതെന്ത് ചെയ്യും? എസ്കേപ്പ് ആവും അല്ലേ? അപ്പോൾ വീണ്ടും അടുത്ത സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം വിൻഡ് സ്പീഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇവോപ്പറേഷൻ കൂടുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനിലോട്ട് പോകുന്നത്. ഓക്കെ, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. കാരണം ആദ്യമേ പണ്ട് കാലത്ത് തൊട്ടേ PSC പഠിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ കാണുന്നത് ആദ്യമായിട്ട് PSC ആ ഒരു ബുക്കൊക്കെ വായിക്കുമ്പോൾ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബുക്കുകളൊക്കെ വായിക്കുമ്പോഴായിരിക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഇത് അറിവ് കുറവാണ് ഇതിനെക്കുറിച്ച്. അതായത് നമ്മളെന്താണ്, സ്റ്റേറ്റുകൾ 3 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇവരെ കൂടാതെ 2 സ്റ്റേറ്റുകളും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്? പ്ലാസ്മയും ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും. ഓക്കെ, ആ 2 സ്റ്റേറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ പ്ലാസ്മയും ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, അതിനെക്കുറിച്ച് നല്ലതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ചിലപ്പം അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് പ്ലാസ്മയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ തന്നിട്ട് അതിൽ ബന്ധപ്പെടാത്ത ഏതെങ്കിലും ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് തരും. അത് കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം പ്ലാസ്മ എന്താണെന്നും മനസ്സിലാക്കണം. അതുപോലെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്താണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇപ്പം നിങ്ങൾ PSCയുടെ റാങ്ക് ഫയൽ എടുത്ത് നോക്കിയാൽ ആദ്യമത്തെ ഒരു ഫിസിക്സിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ തന്നെ ഈ പ്ലാസ്മയെ കുറിച്ചും ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ചും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. അതുകൊണ്ട് എല്ലാ എക്സാംസിനും, PSC എക്സാം ആണെങ്കിലും KS എക്സാം ആണെങ്കിലും എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഒരു പ്ലാസ്മ, അതുപോലെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക, എളുപ്പമാണ്, ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. എന്താണ് സംഭവം? പ്ലാസ്മ എന്ന് പറയുമ്പം the state consists of super energetic and super excited particles. ഈ പ്ലാസ്മ ജസ്റ്റ് നിങ്ങൾ ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ആലോചിക്കുക. നമ്മളിപ്പം ഇപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ദൂരെ ഒരു ബിൽഡിങ്ങിൽ നല്ല രീതിക്ക് അവരുടെ പേര് എന്ത് ചെയ്തിരിക്കുന്നു? നല്ല രീതിക്ക് ലൈറ്റ് കൊടുത്ത് എഴുതിയേക്കുന്നു. അപ്പോൾ നമുക്ക് ദൂരെ നിന്നാലും അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തെത്തുന്നത് അതുപോലെ തന്നെ ദൂരെ വെച്ച് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ, കാരണം അത്രയും തിളക്കം അതിന് കൂടുതലാണ് അല്ലേ. സാധാരണ അവിടെ ഒരു ലൈറ്റ് കത്തിച്ച് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ആ ഓരോ ലെറ്റേഴ്സും, ഇപ്പോൾ ഒരു മാളിൻ്റെ പേരാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ പേരാണെങ്കിലോ എത്ര ദൂരത്ത് നിന്നാലും ഇരുട്ടത്ത് നിന്നാലും നമുക്ക് അതിന് നല്ല തിളക്കമുള്ളത് കൊണ്ട് കാണാനായിട്ട് സാധിക്കും. ആ സാധനമാണ് എന്താണെന്നാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് പ്ലാസ്മ എന്ന് പറയുന്നത്? ദ സ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് സൂപ്പർ എനർജറ്റിക് ആൻഡ് സൂപ്പർ എക്സൈറ്റഡ് പാർട്ടിക്കിൾസ്. ഈ പ്ലാസ്മ എന്ന് പറയുന്നതിനകത്ത് ഏത് തരത്തിലുള്ള പാർട്ടിക്കിൾസ് ആണുള്ളത്? നല്ല എനർജറ്റിക്കും അതുപോലെ തന്നെ നല്ല സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള, നമ്മൾ എക്സൈറ്റഡ് അല്ല, ഇവിടെ മൂവ്മെൻറ്റിനെയാണ് എക്സൈറ്റഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് എവിടെയുള്ളത്? പ്ലാസ്മയിലുള്ളത്. ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്ത് ഫോമിലായിരിക്കും? അയണൈസ്ഡ് ഗ്യാസസിൻ്റെ ഫോമിലായിരിക്കും. ഓക്കെ, അയണൈസ്ഡ് ഗ്യാസസിൻ്റെ ഫോമിലായിരിക്കും ഈ പാർട്ടിക്കിൾസ് ഉള്ളത്. അതുപോലെ
അതിന് എവിടെയൊക്കെയാണ് ഈ പാർട്ടിക്കിൾസ് കാണാൻ പറ്റുന്നത്? നമുക്ക് ദാണ്ടെ ഫ്ലൂറസെൻറ്റ് ട്യൂബുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഫ്ലൂറസെൻറ്റ് ട്യൂബായിരിക്കും. സാധാരണ ലൈറ്റ് നമുക്ക് കണ്ണിൻ്റെ ആ ഒരു പവർ നല്ല രീതിക്ക് കിട്ടത്തില്ല. കാരണം ട്യൂബ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ക്ലിയർ വിഷനും കിട്ടുന്നുണ്ട്. ആ ഒരു സാധാരണ ബൾബുകളെക്കാളും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തരുന്നത്. അത്രയ്ക്കും അതിന് തിളക്കം ഉണ്ടായതുകൊണ്ടാണ് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പം ആ ഫ്ലൂറസെൻറ്റ് ട്യൂബിലോട്ടൊന്ന് നോക്കിയേ. ആ ട്യൂബിനകത്ത് എന്തുണ്ട്? പ്ലാസ്മയുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ ഈ ഒരു നിയോൺ സൈൻ ബൾബ്, നമ്മൾ ഓരോ സൈൻ ബോർഡുകൾ കാണത്തില്ലേ, അതിനകത്തൊക്കെ എന്തുണ്ട്? പ്ലാസ്മ ഉണ്ട്. ഓക്കെ, ഈ ഒരു നിയോൺ സൈൻ ബൾബ് നമ്മൾ ആ കടകളിൽ കാണുന്ന ആ ഒരു ബൾബിനകത്ത് എന്താണുള്ളതെന്ന് വെച്ചാൽ അതിനകത്തുള്ളത് നിയോൺ ഗ്യാസ് ആണ്. ഓക്കെ, അതിനകത്തുള്ളത് നിയോൺ ഗ്യാസ് ആണ്. പക്ഷെ നമ്മൾ ഫ്ലൂറസെൻറ്റ് ട്യൂബിനകത്ത് ഏതാ ഉള്ളത്? ഒന്നുകിൽ ഹീലിയം ഗ്യാസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്യാസ് ആയിരിക്കും അതിനകത്തുള്ളത്. അതുകൊണ്ടാണ് അവിടെ അത്രയും നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. ഇനി ദ ഗ്യാസ് ഗെറ്റ് അയനൈസ്ഡ്. ഈ ഗ്യാസുകൾ എന്താ ചെയ്യുന്നുണ്ട്? ഈ ഒരു നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു ബൾബിനകത്ത്, ഒരു ബൾബാണെങ്കിൽ ബൾബിനകത്തുള്ള ബൾബാണെന്ന് കരുതുക കേട്ടോ. ഓക്കെ, ഇപ്പം ഈ ഒരു ബൾബാണെങ്കിൽ ബൾബിനകത്തുള്ള ഗ്യാസസ് എന്ത് ചെയ്യും? ഇതിനകത്തൂടെ നമ്മളൊരു ഇപ്പം സ്വിച്ച് ഇടുന്നു, സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ കൂടെ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഗ്യാസ് ചാർജ്ഡ് ആവും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഗ്യാസ് ഗെറ്റ് അയനൈസ്ഡ്, ദാറ്റ് ഈസ് ഗെറ്റ്സ് ചാർജ്ഡ് വെൻ ഇലക്ട്രിക്കൽ എനർജി ഫ്ലോസ് ത്രൂ ഇറ്റ്. അപ്പോൾ ചാർജ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ഗ്യാസ് എന്ത് ചെയ്യും? അയനൈസ്ഡ് ആവും. അപ്പോൾ അയൺ പാർട്ടിക്കിൾസ് വരും. ഈ ഒരു ചാർജിങ് കാരണം എന്ത് ചെയ്യും? ഈ പ്ലാസ്മ, അതായത് ട്യൂബിനകത്തോ ബൾബിനകത്തോ ഉള്ള ആ ഒരു പ്ലാസ്മ എന്ത് ചെയ്യുന്നുണ്ട്? നല്ലതുപോലെ ഗ്ലോ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആ ഒരു വെളിച്ചം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അവർ ചാർജ് ആകുമ്പോഴത്തേക്ക് അവർ അയനൈസ്ഡ് ആകുമ്പോഴത്തേക്കാണ് അവർ ഗ്ലോ ചെയ്യുന്നത്. ഓക്കെ, ചാർജിങ് അപ്പ് ക്രിയേറ്റ്സ് എ പ്ലാസ്മ ഗ്ലോയിങ് ഇൻസൈഡ് ദ ട്യൂബ് ഓർ ബൾബ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ്? ദ പ്ലാസ്മ ഗ്ലോസ് വിത്ത് എ സ്പെഷ്യൽ കളർ ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ്. അതിനകത്ത് ഏത് തരത്തിലുള്ള ഗ്യാസ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഗ്യാസ് അനുസരിച്ചായിരിക്കും അതിൻ്റെ ആ ഒരു കളർ, നമുക്ക് അത് പുറത്ത് വരുന്ന കളർ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യനിലും അതുപോലെ സ്റ്റാറുകളിലും എന്തുണ്ട്? ഈ പ്ലാസ്മയുണ്ട്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഗ്ലോ ചെയ്യുന്നത്. ഇപ്പം സ്റ്റാറുകളൊക്കെ എത്ര ദൂരത്ത് നിന്നാലും നമുക്ക് ഗ്ലോ ചെയ്യുന്നത്, നമുക്ക് സ്റ്റാറുകളെ കാണാൻ സാധിക്കുന്നത് അതിനകത്ത് എന്തുണ്ടായതുകൊണ്ടാണ്? പ്ലാസ്മ ഉള്ളത് കൊണ്ടാണ്. അതാണ് നമ്മളുടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച കാര്യം. ഓക്കെ, അതുപോലെ പ്ലാസ്മ ഈസ് ക്രിയേറ്റഡ് ഇൻ സ്റ്റാർസ് ബിക്കോസ് ഓഫ് വെരി ഹൈ ടെമ്പറേച്ചർ. പ്ലാസ്മ അതിനകത്ത് ഇലക്ട്രിക് ചാർജ് കൊടുത്തിട്ടാണോ വരുന്നത്? അല്ല, അവിടെ ടെമ്പറേച്ചർ വളരെ കൂടുതലായതുകൊണ്ടാണ് അവിടെ പ്ലാസ്മ ക്രിയേറ്റഡ് ആയത് സ്റ്റാർസിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്ലാസ്മയെക്കുറിച്ച് നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കുക. ഇതിലേതെങ്കിലും പോയിൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് വേർഡ്സ് മിസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും രീതിക്കൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 5ാമത്തെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അപ്പം മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 4ാമത് കണ്ടുപിടിച്ച മാറ്റർ ഏതാണ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓപ്ഷൻസിനകത്ത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഉണ്ടായിരുന്നു, പ്ലാസ്മ ഉണ്ടായിരുന്നു, ഗ്യാസ് ഉണ്ടായിരുന്നു, സോളിഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിനകത്ത് നിന്ന് ഇപ്പം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, നിങ്ങൾ ഇത് രണ്ടും ആ ഒരു രീതിയിൽ അങ്ങ് പഠിച്ചു പോകരുത്. 4ാമത് കണ്ടെത്തിയത് ഏതാണ്? പ്ലാസ്മയാണ്. 5ാമത് ലാസ്റ്റ് കണ്ടെത്തിയ മാറ്ററാണ് ഏതെന്ന് പറയുന്നത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പറയാം. എന്താണ് ഈ ബോസ്, എന്താണ് ഈ ഐൻസ്റ്റീൻ? അങ്ങനെ ഒരു പേര് വന്നതിൻ്റെ കാരണം എന്താണ്? 2 പേരുടെ പേരാണ് അല്ലേ. ഒന്ന് ബോസ് എന്ന് പറയുന്നത് സത്യേന്ദ്രനാഥ് ബോസും, ഐൻസ്റ്റീൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അവരെ 2 പേരും എന്തോ ഈ കാര്യങ്ങൾ ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 1920 ഇന്ത്യൻ ഫിസിസ്റ്റായ സത്യേന്ദ്രനാഥ ബോസ് എന്ത് ചെയ്യുന്നു? ചില കാൽക്കുലേഷൻസ് പറയുന്നു. ഒരു 5ാമതായിട്ട് ഒരു മാറ്ററും കൂടി ഉണ്ടെന്ന് ഒരു കാൽക്കുലേഷൻ പറയുന്നു. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാൽക്കുലേഷനിൽ നിന്നുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രഡിക്റ്റ് ചെയ്യുന്നു ന്യൂ സ്റ്റേറ്റ് ഓഫ് മാറ്ററിനൊരു പുതിയ സ്റ്റേറ്റും കൂടെ ഉണ്ട്. അതാണ് എന്ത്? അതിന് പേര് പിന്നീട് നൽകിയത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നാണ്. കാരണം 2 പേരുടെ കാര്യം കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവർ ജസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി 2001 ആയപ്പോഴത്തേക്കും എറിക് എ കോർണലും വോൾഫ്ഗാങ് കെറ്ററിലും
കാൾ ഇ വൈമാനും എന്ത് ചെയ്തു? USA അവർക്ക് എന്ത് കിട്ടുന്നു? നോബൽ പ്രൈസ് കിട്ടുന്നു ഫിസിക്സിൽ. എന്തായിരുന്നു അവരുടെ അച്ചീവ്മെൻറ്റ്? ഈ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ കണ്ടുപിടിച്ചതായിരുന്നു അവരുടെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക. ആരൊക്കെയാണ്? എറിക് എ കോർണലും വോൾഫ് ഗാങ് കെറ്ററിലും കാൾ ഇ വിമാനും. ഞാൻ പഠിച്ചത് ഒരു ഗ്യാങ് കോണ് ഐസ്ക്രീമും കഴിച്ച് വിമാനത്തിൽ കയറിപ്പോയി. അതൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും കോഡ് ഉപയോഗിച്ച് പഠിക്കാം. ഓക്കെ, അപ്പം ഇവരുടെ 3 പേരുടെ പേര് പഠിക്കുക. ഇവരാണ് എന്ത് ചെയ്യുന്നത്? നോബൽ പ്രൈസ് ഇത് കണ്ടുപിടിച്ചതിന്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ കണ്ടുപിടിച്ചതിന്. മറ്റവർ പറഞ്ഞിട്ടേ ഉള്ളായിരുന്നു, ഇവർ കണ്ടുപിടിച്ചു അല്ലേ, ക്ലിയർ ചെയ്തു. അങ്ങനെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഈസ് ഫോംഡ് ബൈ കൂളിംഗ് എ ഗ്യാസ് ഓഫ് എക്സ്ട്രീംലി ലോ ഡെൻസിറ്റി. ഏറ്റവും കുറഞ്ഞ ഡെൻസിറ്റിയിലുള്ള ഒരു ഗ്യാസിനെ എടുത്ത് എന്ത് ചെയ്യുന്നു? കൂൾ ചെയ്യുന്നു. എത്രമാത്രം കൂൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ അവിടുത്തെ നോർമൽ എയറിൻ്റെ 1/100,000 ഒരു 0 കൂടെ വരും, 100,000 ഡെൻസിറ്റിയോട് എന്ത് ചെയ്യുന്നു? 100,000 ഡെൻസിറ്റിയോട് നിന്നും എന്ത് ചെയ്യുന്നു? 1/100,000 അല്ല, 100,000, അതായത് ആ ഒരു എക്സ്ട്രീംലി ലോ ഡെൻസിറ്റി എടുക്കുന്നു. ആ ഒരു ഗ്യാസിനെ കൂൾ ചെയ്യുന്നു. അതിൻ്റെ ആ ഒരു നോർമൽ എയറിൻ്റെ, അവിടെയുള്ള നോർമൽ എയറിൻ്റെ 100,000 ഡെൻസിറ്റിയിൽ നിന്നും എന്ത് ചെയ്യുന്നു? സൂപ്പർ ലോ ടെമ്പറേച്ചറിലോട്ട്, നല്ല ചെറിയ ടെമ്പറേച്ചറിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ദ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഈസ് ഫോംഡ് ബൈ കൂളിംഗ് എ ഗ്യാസ് ഓഫ് എക്സ്ട്രീംലി ലോ ഡെൻസിറ്റി എബൌട്ട് 100,000 ദ ഡെൻസിറ്റി ഓഫ് നോർമൽ എയർ. അവിടെ നിന്നും ടു സൂപ്പർ ലോ ടെമ്പറേച്ചറിലേക്ക് എന്താ ചെയ്യുന്നു? കൂൾ ചെയ്യുന്നു. അതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസർ. അത്രയും കാര്യങ്ങൾ മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇനി എന്താണ് ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്? ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ചേഞ്ച് 1 kg ഓഫ് സോളിഡ് ഇൻറ്റു ലിക്വിഡ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. അതായത് എന്താ പറയുന്നത്? 1 kg സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ, 1 kg സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ 1 kg, ഓക്കെ, അതിനെ എന്തിലോട്ട് മാറ്റുന്നു? അതിൻ്റെ ലിക്വിഡ് ഫോമിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ആ ഒരു സ്റ്റേറ്റിലോട്ട് മാറ്റുന്നു. അതിന് വേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ചേഞ്ച് 1 kg ഓഫ് സോളിഡ് ഇൻറ്റു ലിക്വിഡ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. ലിക്വിഡിലോട്ട് മാറ്റുന്ന ആ ഒരു വേണ്ടുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജീനെയാണ് എന്തെന്ന് പറയുന്നത്? ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. വളരെ ഈസിയാണ്, പക്ഷേ അത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, ഇനി നമ്മളൊരു 5 ക്വസ്റ്റ്യൻസിനകത്തുള്ള എക്സ്ട്രാ 5 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കൺവേർട്ട് ദ ഫോളോയിങ് ടെമ്പറേച്ചർ ടു സെൽഷ്യസ് സ്കെയിൽ. തന്നിരിക്കുന്ന ടെമ്പറേച്ചറിനെ എന്തിലോട്ട് മാറ്റുക? സെൽഷ്യസിലോട്ട് മാറ്റുക. ആദ്യമേ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 293 കെൽവിനാണ്. നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ നോക്കുക. ഓക്കെ, 293 കെൽവിനെ എന്തിലോട്ട് മാറ്റാൻ പറയുന്നു? ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാനായിട്ട് പറയുന്നു. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു? ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക? -273 ചെയ്യുക. അപ്പം 293 നിന്നും 273 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ആൻസർ കിട്ടും? 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് ആൻസർ കിട്ടും. ഇനി 470 കെൽവിനെ സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? 470യിൽ നിന്ന് 273 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 197 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നേരെ തിരിച്ചാണ്. കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയുന്നു. ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് ആക്കുന്നത് എങ്ങനെയാണ്? 25ൻ്റെ കൂടെ 273 ആഡ് ചെയ്യുന്നു. 373നെ കെൽവിനിലോട്ട് ആക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കൂടെ 273 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 646 എന്ന് കെൽവിൻ എന്ന് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ: അറേഞ്ച് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസിങ് ഓർഡറിൽ
ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട്. ഓക്കെ, ഏതൊക്കെ പാർട്ടിക്കിൾസ് ആണ് തന്നിട്ടുള്ളത്? വാട്ടർ ഉണ്ട്, ഷുഗർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്കെ, അതിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ള ഇതിനകത്തായിരിക്കും? വാട്ടറിനകത്തായിരിക്കുമോ, ഷുഗറിനകത്തായിരിക്കുമോ, ഓക്സിജനകത്തായിരിക്കുമോ? ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് എന്തായിരിക്കും, പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസ് അല്ലെങ്കിൽ അത് വളരെ കൂടുതലായിരിക്കും അല്ലേ. പക്ഷേ ഇതിനകത്ത് സോളിഡ് ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടോ? സോളിഡ് ഐറ്റംസ് ഷുഗർ ഉണ്ട്. നമുക്ക് ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഏറ്റവും അട്രാക്ഷൻ കുറഞ്ഞത് ആദ്യമേ എഴുതാം. ഏതാണ് ഏറ്റവും അട്രാക്ഷൻ കുറഞ്ഞത്? ഓക്സിജനാണ്. ഓക്സിജൻ കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ട്? അതിനുശേഷം എന്താണ്, വാട്ടറിലുള്ള പാർട്ടിക്കിൾസിനാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ചും കൂടെ കൂടുതൽ വരുന്നത്. എന്തിനേക്കാളും? ഓക്സിജനേക്കാളും. അപ്പോൾ വാട്ടർ എഴുതി. ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നത് എവിടെയാണ്? ഷുഗറിനകത്താണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസ്? വാട്ടർ 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ വാട്ടർ എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്തായിരിക്കും? അത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും, ഐസ് ആയിരിക്കും. 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് ലിക്വിഡും ആയിരിക്കും, അതുപോലെ എന്തായിരിക്കും? ഗ്യാസും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് റീസൺസ്. നാഫ്തലീൻ ബോൾസ് ഡിസപ്പിയർ വിത്ത് ടൈം വിത്തൗട്ട് ലീവിങ് എനി സോളിഡ്. എന്താണ് നാഫ്തലീൻ ബോൾ ഒരു പുറത്തിരിക്കുമ്പോഴത്തേക്ക് അത് ഡിസപ്പിയർ ആവാനുള്ള കാരണം എന്താണ്? ബിക്കോസ് നാഫ്തലീൻ ബോൾ സബ്ലൈം ആൻഡ് ഡയറക്ട്ലി ചേഞ്ചസ് ഇൻ ടു വേപ്പർ. അതെന്ത് ചെയ്യും? ബാഷ്പീകരിച്ച് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറും. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഡിസപ്പിയർ ആവുന്നത്. രണ്ടാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വി ക്യാൻ ഗെറ്റ് ദ സ്മെൽ ഓഫ് ദ പെർഫ്യൂം സിറ്റിംഗ് സെവറൽ മീറ്റേഴ്സ് എവേ. ദൂരെ ആരെങ്കിലും എന്താ പെർഫ്യൂം അടിച്ചാൽ നമുക്ക് സ്മെല്ല് കിട്ടും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് പെർഫ്യൂം കണ്ടെയ്ൻ വോളറ്റൈൽ സോൾവെൻറ്റ്. പെർഫ്യൂമിനകത്ത് എന്താ ഉള്ളത്? വോളറ്റൈൽ ആയിട്ടുള്ള സോൾവെൻ്റ് ആണ് ഉള്ളത്. അതുപോലെ അതെന്ത് ചെയ്യും? പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യും, എന്നിട്ട് ഓരോരുത്തരിൽ എത്തും. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അത് പഠിച്ചതിന് ശേഷം അടുത്ത നമ്മളുടെ മൊഡ്യൂൾ 2 പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയതിനു ശേഷം മാത്രം ആ ഒരു മൊഡ്യൂൾ 2 നോക്കാം. താങ്ക് യു.